Hi dears, welcome to ACS online class. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിന്റെ എല്ലാ വർക്കുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ചാപ്റ്റർ 3 മെട്രിക് ടു ഭോപ്പാൽ ആണ്. മിസ് ആ ചാപ്റ്റർ ഇപ്പോൾ പഠിപ്പിക്കുന്നില്ല. കാരണം വേറൊന്നുമല്ല, ആ ചാപ്റ്ററിൽ കുറെ ഡിവിഷന്റെ ക്വസ്റ്റ്യൻസും മൾട്ടിപ്ലിക്കേഷന്റെ ക്വസ്റ്റ്യൻസും ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഡിവിഷൻ നിങ്ങൾക്ക് അത്ര പരിചയമില്ല. സോ നമുക്ക് ഡിവിഷൻ പഠിച്ചിട്ട് നമുക്ക് ആ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവാം. ഡിവിഷൻ പഠിക്കണ്ടേ, അത്യാവശ്യമായിട്ടുള്ള കാര്യമല്ലേ. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് പഠിച്ചപ്പോൾ തന്നെ ഡിവിഷന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കി അല്ലേ. ഡിവിഷൻ സോൾവ് ചെയ്യാൻ കുറച്ച് പാടുപെടേണ്ടതായിട്ട് വന്നു. കാരണം എന്താ, ഡിവിഷൻ അറിയത്തില്ല. ഡിവിഷൻ നമുക്ക് പഠിക്കണ്ടേ, വേണം. സോ നമുക്ക് ഡിവിഷൻ ആയി ബന്ധപ്പെട്ട ടെക്സ്റ്റിലുള്ള ഒരു ചാപ്റ്റർ, പുതിയ ചാപ്റ്റർ പഠിക്കാം. സോ എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 120 ചാപ്റ്റർ 11 ടേബിൾസ് ആൻഡ് ഷെയർസ് ഇത് പഠിക്കാം. ഓക്കെ, ഈ ചാപ്റ്റർ കഴിഞ്ഞ് നമുക്ക് ഓർഡർ അനുസരിച്ച് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് പഠിക്കാം കേട്ടോ. ചാപ്റ്റർ 11 പഠിക്കാം. വേറെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് റെഡി ആയിരിക്കുകയാണല്ലോ. സ്റ്റാർട്ട് ചെയ്യാണ്. Shama's garden. Shama has planted sunflower, rose and marigold plants in her garden. She has planted them in 3 flower beds. Her garden look like this. എന്താണ് ശ്യാമ പ്ലാന്റിങ്, ഗാർഡനിങ് ഒക്കെ ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ്. മാരിഗോൾഡ് പ്ലാന്റ്സും സൺഫ്ലവർ റോസും എല്ലാം നട്ടിട്ടുണ്ട് കണ്ടോ. ശ്യാമയുടെ ഗാർഡൻ കണ്ടോ, ടെക്സ്റ്റിന്റെ സൈഡിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, see how I planted 80 plants in each flower bed. കണ്ടോ, ഓരോ മണ്ണിന്റെ ഓരോ നിരയിലും ഫ്ലവർ ബെഡ്സിലും കണ്ടോ, ഓരോ വരികളിലായിട്ടും ഓരോ റോസുകളിലായിട്ടും ശ്യാമ എത്ര ഫ്ലവേഴ്സ് വീതമാണ് നട്ടിരിക്കുന്നത് കണ്ടോ. ഫസ്റ്റ് ലൈനിൽ 3, സെക്കൻഡ് റോയിൽ 3, തേർഡ് റോയിലും 4th, 5th, 6th റോസ് ഉണ്ട് അല്ലെ. 6 റോസ് ഉണ്ട്. ആ 6 ഓരോ റോയിലും 3 വീതം അല്ലെ. അങ്ങനെ 6 റോസ് ഉണ്ട്. താഴത്തോടെ നീട്ടിക്ക് എത്ര റോസ് ഉണ്ട്? 1, 2, 3, 4, 5, 6 റോസ് ഉണ്ട്. മനസ്സിലായോ? ഓക്കെ, each flower bed has different arrangement. See how the roses are planted. അങ്ങനെ നോക്കി എത്ര റോസസ് ആണ് പ്ലാന്റ് ചെയ്തിരിക്കുന്നത് നോക്കി, എങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കിയാ. 3 ചെടികളുണ്ട്. ഓരോ റോയിലും 3 ചെടികൾ വീതമുണ്ട് കണ്ടോ. ഓക്കെ, ഇപ്പൊ ടോട്ടൽ എത്ര ചെടികളുണ്ട്? 18 അല്ലെ. 18 ആണ്. ആ 18 എങ്ങനെ കിട്ടി? 6 റോസില് ഓരോ റോയിലും 3 വീതം അല്ലെ. അല്ലെങ്കിൽ എന്താണ് 3+3+3+3+3+3+3+3 അങ്ങനെ 6 തവണ 3 ആഡ് ചെയ്തപ്പോൾ കിട്ടിയതാണ് 18 അല്ലെ. 6 റോസ് ഉണ്ട്, ഓരോ റോയിലും 3 വീതം. സോ 18 is equal to 6 into 3 അല്ലെ. So there are 6 rows with 3 plants each. 6 rows ഉണ്ട്, 3 plants വീതമുള്ള 6 rows ഉണ്ട്. What are the ways in which the sunflower and marigold are planted? ഇപ്പൊ റോസ് മാത്രം പ്ലാന്റ് ചെയ്തിരിക്കുന്ന കാര്യമാണ് പറഞ്ഞത് അല്ലെ. 18 is equal to 6 into 3 എന്ന് റോസ് മാത്രം പ്ലാന്റ് ചെയ്യുന്ന കാര്യമാണ്. സോറി മിസ് തെറ്റിപ്പോയതാണ്. റോസ് മാത്രം പ്ലാന്റ് ചെയ്തിട്ടുള്ളൂ. ഇനി അടുത്ത് എന്തൊക്കെ പ്ലാന്റ് ചെയ്യാനുണ്ട്? സൺഫ്ലവറും ഉണ്ട്, മാരിഗോൾഡും ഉണ്ട്. ഓക്കെ, സൺഫ്ലവറും മാരിഗോൾഡും പ്ലാന്റ് ചെയ്യണം. അതിനെ ഈ സൺഫ്ലവർ 18 ഉണ്ട്, മാരിഗോൾഡും 18 ഉണ്ട്. അപ്പൊ നമുക്ക് 18 വേറെ രീതിയിലൊക്കെ അറേഞ്ച് ചെയ്യാം. എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാം? ഇതിപ്പോ റോസിന്റെ കാര്യമാണ്. ഇനി സൺഫ്ലവറിന്റെ കാര്യം നോക്കാം. ഓക്കെ, സൺഫ്ലവർ എത്ര എണ്ണം അറേഞ്ച് ചെയ്യാം? 18 എങ്ങനെയൊക്കെ എഴുതാം? 1 into 18 എന്ന് എഴുതാമല്ലോ. കണ്ടോ, ഒരു റോയില് 18 എണ്ണം, ഒരൊറ്റ റോയില് 18 എണ്ണം അല്ലെ. 1 into 18 എന്ന് എഴുതാം. സോ there is 1 row with 18 plants. അവിടെ എഴുതിക്കേ 18 is equal to 1 into 18. 1 row with 18 plants അല്ലെ. സൺഫ്ലവർ ചെടിയെ ഒരു റോയില് തന്നെ അങ്ങ് ഒരുമിച്ച് അങ്ങ് നട്ടുകൊടുത്തു. ഒരു റോയേ ഉള്ളൂ, അതിന് മൊത്തം 18 എണ്ണം ടോട്ടലായിട്ടൊക്കെ നട്ടുകൊടുത്തു. ഇനി അടുത്തത് മാരിഗോൾഡ്. മാരിഗോൾഡിനെ എങ്ങനെ നട്ടുപിടിപ്പിക്കും? 18 is equal to എന്താണ്? ടെക്സ്റ്റിൽ എഴുതാം. 18 എന്താണ്? 2 into 9 എന്ന് എഴുതാലോ. 9 2 are 18 അല്ലേ. 2 into 9 എന്ന് എഴുതാലോ. അപ്പൊ 2 റോയില് എന്തായി? 2 റോകളിലായിട്ട് 9 പ്ലാന്റ്സിനെ നട്ടുപിടിപ്പിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഡൗട്ട് വരും. ഫസ്റ്റ് റോയിൽ ഒരു 4 എണ്ണം, സെക്കൻഡ് റോയിൽ ഒരു 5 എണ്ണം, അപ്പൊ ടോട്ടൽ 9 ആയല്ലോ. അങ്ങനെ വിചാരിച്ചോളൂ കേട്ടോ. സെയിം കണക്കാക്കി, ഇതൊരു ഓഡ് നമ്പർ ആയതുകൊണ്ട് സെയിം ആയി കിട്ടില്ല അല്ലെ. അത് കുഴപ്പമില്ല. 2 rows അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ 9 into 2 എന്ന് എഴുതിക്കും.
എന്നാൽ ഈ സംശയങ്ങളൊന്നുമില്ല. 9 into 2 9 into 2 എന്ന് എഴുതിക്കുക. അപ്പൊ 9 വരികളുണ്ട്, 9 റോസ് ഉണ്ട്. ആ ഓരോ റോയിലും 2 എണ്ണം വീതമുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ മാരിഗോൾഡ് നമ്മൾ നട്ടത് ഇങ്ങനെയാണ്. 9 2s are 18 ആണ് അല്ലെ. 9 into 2 എന്ന് എഴുതി. അതായത് 9 റോസ് ഉണ്ട്. ഓരോ റോസിലും 2 എണ്ണം വീതം. സോ അവിടെ എഴുതാം. എങ്ങനെ എഴുതും? സോ there are 9 rows with 2 plants each എന്ന് എഴുതാം. ഓക്കെ, 9 into 2 എന്ന് എഴുതുക. പിന്നെ അവിടെ എഴുതാം. സോ there are 9 rows, dash rows അവിടെ 9 rows with 2 dash plants അവിടെ 2 plants each എന്ന് എഴുതാം. സോ രണ്ടിടത്തും എഴുതിയില്ല. 18 is equal to first 1 into 18 എന്ന് എഴുതാം. ഇത് സെക്കൻഡ് 18 is equal to 9 into 2 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി you too can make your own garden. നിങ്ങൾക്ക് നിങ്ങളുടെ ഗാർഡൻ ക്രിയേറ്റ് ചെയ്യാം. Draw a garden showing flower beds with 48 plants. Each row should have the same number of plants. ഈ ക്വസ്റ്റ്യൻ എല്ലാം നോട്ട്ബുക്കിൽ എഴുതണം, അങ്ങനെ ചെയ്യണം. അതായത് 48 പ്ലാന്റ്സ് വേണം. നിങ്ങൾക്കും ഒരു ഗാർഡൻ ക്രിയേറ്റ് ചെയ്യാം. 48 എണ്ണം 48 പ്ലാന്റ്സ് ഉപയോഗിച്ച് നിങ്ങൾക്കും ഒരു ഗാർഡൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ 48 നമ്പർ ഓർത്തിട്ട് ടേബിൾസ് ഒന്ന് പറഞ്ഞു നോക്കി. ഏതൊക്കെ നമ്പേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 48 കിട്ടുന്നത്? എന്താണ്? 6 8s are 48 ആണ് അല്ലെ. 6 8s are 48. അതായത് 6 into 8 അല്ലെ. 6 into 8 6 into 8 എന്ന് വെച്ചാൽ എന്താണ്? ഫസ്റ്റ് നമ്പർ 6 ആണ്, സെക്കൻഡ് നമ്പർ 8 ആണ്. സോ ഫസ്റ്റ് നമ്പർ ആയ 6 അതാണ് 6 റോസ് അല്ലെ. 1 2 3 4 5 6 6 ഫ്ലവർ ബെഡ്സ് ഉണ്ടായി, അല്ലെങ്കിൽ 6 റോസ് ഉണ്ടായി. അതിൽ ഓരോ റോയിലും 8 പ്ലാന്റ്സ് വിധമുണ്ട്. ഈ ഒരു റോയിൽ 8 എണ്ണം ഉണ്ട്, ഈ ഒരു റോയിൽ 8 എണ്ണം ഉണ്ട്, ഇതിലും 8 ഇതിലും 8 ഇതിലും 8 ഇതിലും 8. അപ്പൊ ആൻസർ എങ്ങനെയാണ് എഴുതേണ്ടത് മനസ്സിലായല്ലോ. ക്വസ്റ്റ്യൻ എഴുതുക, എന്നിട്ട് 48 is equal to 6 into 8 എന്ന് എഴുതുക. എന്നിട്ട് ഈ ഫിഗർ വരയ്ക്കുക. 6 റോസ് വരയ്ക്കുക. ഓരോ റോയിലും 8 എണ്ണം പ്ലാന്റ്സ്. ഇത് റൗണ്ട് വരച്ചാലും മതി. 8 പ്ലാന്റ്സ് വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് ആൻസർ കംപ്ലീറ്റ് ആയോ? സെന്റൻസിലാക്കി ഒന്ന് എഴുതണ്ടേ. I made a garden having 6 rows and 8 plants in each row. Okay, I made a garden having 6 rows and 8 plants in each row. Okay, in the answer എഴുതുക. ഓക്കെ, 48 പ്ലാന്റ്സ് മുഴുവൻ നടണമായിരുന്നു. നിങ്ങൾ ഒരു ഗാർഡൻ ക്രിയേറ്റ് ചെയ്യാനാണ്. 48 എന്ന നമ്പർ ഏതൊക്കെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ, ഓരോ റോയിലും ഈക്വൽ നമ്പർ പ്ലാന്റ്സേ വരാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ 48 എന്ന നമ്പറിന്റെ ഫാക്ടേഴ്സ് ഓർത്ത് നോക്കുക. എന്തായിരിക്കും 48 നമ്പർ ടേബിൾസിൽ വരുന്നത്? എവിടെയാണ്? 6 into 8 ആണ്. അപ്പൊ നമുക്ക് ആ നമ്പർ തന്നെ, ആ ഒരു കോമ്പിനേഷൻ തന്നെ സെലക്ട് ചെയ്യാം. പിന്നെ ഉണ്ട് 24 into 2 വന്നാലും 48 ആണ്. ഓക്കെ, അങ്ങനെ പല കോമ്പിനേഷൻ ഉണ്ട്. എന്നാലും എളുപ്പത്തിന് 6 into 8 ആ ടേബിൾസ് ഓർമ്മിക്കുക. ഓക്കെ, ഇപ്പൊ 6 into 8 ആണ്. അപ്പൊ 6 റോസ്, ഫസ്റ്റ് നമ്പർ 6 ആണ്. 6 റോസ് വരയ്ക്കാം. ഓരോ റോയിലും 8 എണ്ണം വീതം. അപ്പൊ ഇതില് 8 ഇതില് 8 ഇതില് 8 ഇതില് 8 ഇതില് 8 ഇതില് 8 അങ്ങനെ 6 റോസ് ഓരോ റോയിലും. ടോട്ടൽ 48 ആയി. എന്നിട്ട് ആൻസർ ആക്കി. ആൻസർ ഇവിടെ നിന്നിട്ട് എഴുതുക. 48 is equal to 6 into 8 എന്ന് എഴുതുക. സൈഡിൽ ഗാർഡൻ വരയ്ക്കുക. താഴത്തായിട്ട് ഈ 48 into 6 48 is equal to 6 into 8 എന്ന് എഴുതിയിരിക്കുന്നത് താഴത്താക്കി ഈ സെന്റൻസ് എഴുതുക. I made a garden having 6 rows and 8 plants in each row എന്ന് എഴുതുക. ഓക്കെ, കഴിഞ്ഞല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി അടുത്തത് ജാസ് ഇൻ ദ ഷെൽഫ്. കണ്ടോ, ഭീമ മേഡ് എ ഷെൽഫ് ഫോർ 30 ജാർസ്. 30 ജാറുകൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഭീമ എന്ത് ചെയ്തു? ഒരു ഷെൽഫ് ക്രിയേറ്റ് ചെയ്തു. ദിസ് ഇസ് ലോങ് ഷെൽഫ് വിത്ത് 2 rows. കണ്ടോ, 2 റോസേ ഉള്ളൂ. ഈച്ച് റോ ഹാസ് ദ സെയിം നമ്പർ ഓഫ് ജാർസ്. മൊത്തം 30 ജാർസ് വെക്കണം. 2 റോസേ ഉള്ളൂ. അങ്ങനെ ഒരു റോയിൽ എത്ര എണ്ണം ഉണ്ട്? ഒന്ന് കൗണ്ട് ചെയ്തേ. 15. മുകളിൽ 15 ഉണ്ട്, താഴത്ത് 15 ഉണ്ട്. ഇപ്പൊ ടോട്ടൽ 30 ആയിട്ടുണ്ട് അല്ലെ. Can you think of other ways to make shelf to keep 30 jars? അപ്പൊ നിങ്ങൾക്ക് വേറെ രീതിയിൽ ചിന്തിക്കാമോ? 30 ജാർസ് അറേഞ്ച് ചെയ്യാൻ വേറെ വല്ല രീതിയിൽ ഷെൽഫുകൾ അറേഞ്ച് ചെയ്യാമോ? 30 എന്ന നമ്പറിനെ ഏതൊക്കെ നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പറ്റും? 15 into 2 കണ്ടോ, 15 into 2 ചെയ്താലേ പറ്റും. ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ, സോറി 2 into 15 അല്ലെ. 2 into 50. ഇപ്പൊ 2 റോയില് 15 എണ്ണം കണ്ടോ, ഇതിലുള്ളത് പോലെ. ഇനി അല്ലാതെ വേറെ എന്തുള്ളതാണ് ചോദ്യം. അല്ലാതെ എന്തൊക്കെയുണ്ട്?
ഏതൊക്കെ രീതിയുണ്ട്? 30 കിട്ടണം. ഏതൊക്കെ രീതിയുണ്ട്? 3 into 10 അല്ലെ? 3 റോകളുണ്ട്. ആ 3 റോയിലും 10 വരും. അങ്ങനെ 30 ആകുമല്ലോ. ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിടുക 3 into 10. പിന്നെ ഏതൊക്കെ രീതിയുണ്ട്? ചിന്തിച്ചേ. 5 into 6. 5 into 6 എന്ന് എഴുതിയാലും എന്താണ്? 5 റോസ് ഉണ്ട്. ആ ഒരു റോയിലും 6 എണ്ണം വീതമുണ്ട്. അല്ലെങ്കിൽ 6 into 5. 6 റോസ് ഉണ്ട്. ഓരോ റോയിലും 5 എണ്ണം വീതം. 5 into 6 എന്ന് എഴുതിയാലും 6 into 5 എന്ന് എഴുതിയാലും വ്യത്യാസം മനസ്സിലാക്കണം. ഫസ്റ്റ് കാണുന്ന നമ്പർ ആയിരിക്കണം റോ. പിന്നെയോ അത്രയും മതിയല്ല അല്ലേ? 30 എന്ന നമ്പർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. 2 into 15 ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതുക. 3 into 10, 5 into 6, 6 into 5 എന്ന് എഴുതുക. ടെക്സ്റ്റ് ബുക്കിൽ എഴുതുക. എന്താണ്? ഡ്രോ എ ഷെൽഫ്. ഷോ ഹൗ മെനി ജാർസ് യു വിൽ keep in each row. How many rows are there? ഒരു കാര്യം ചെയ്യും. ആ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് എഴുതി നോട്ട്ബുക്കിൽ എഴുതിക്കും. ഡ്രോ എ ഷെൽഫ്. പേജ് നമ്പർ 121 എന്ന ഹെഡിങ് എഴുതുക. ജാർസ് ഇൻ ദ ഷെൽഫ് എന്ന ഹെഡിങ് എഴുതുക. എന്നിട്ട് ക്വസ്റ്റ്യൻ എഴുതുക. ഡ്രോ എ ഷെൽഫ്. ഷോ ഹൗ മെനി ജാർസ് യു വിൽ കീപ് ഇൻ ഈച്ച് റോ. ഹൗ മെനി റോസ് ആർ there? ഓക്കെ, 30 ജാർസ് എടുക്കണം. എത്ര കോമ്പിനേഷൻസ് പറ്റും? ഓരോ കോമ്പിനേഷനും വരച്ചോ. അത് നമ്മൾ പഠിക്കത്തില്ലേ? പഠിക്കുമല്ലോ. ഫസ്റ്റ് കോമ്പിനേഷൻ 3 into 10 ആണ്. അപ്പൊ 3 റോസ് വരയ്ക്കണം. 3 റോസ് വരയ്ക്കണം. ഓരോ റോയിലും 10 എണ്ണം. ഒരു ഡോട്ട് ഇട്ടാലും മതി. ജാറൊന്നും കുത്തി കഷ്ടപ്പെട്ട് വരയ്ക്കണമെന്നില്ല. ഒരു ഡോട്ടുകളാണെങ്കിലും മതി. ഇവിടെ 10 എണ്ണം, ഇവിടെ 10 എണ്ണം. ഓക്കെ, ഫസ്റ്റ് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് എഴുതേണ്ടത് 30 is equal to 5 into 6 എന്നാണ്. അപ്പൊ 5 റോ 1 2 3 4 5 5 റോ എന്നിട്ട് 6 ഡോട്ടുകൾ ഇടുക. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഒരു ആൻസറായി, രണ്ടാമത്തെ ആൻസറായി. ഇനി മൂന്നാമത്തെ ആൻസറായിട്ട് 30 is equal to 6 into 5 എന്ന് എഴുതാം. അപ്പൊ 6 റോസ് വരയ്ക്കണം. 1 2 3 4 5. ഓരോ റോയിലും 5 എണ്ണം. കണ്ടോ? എന്ത് സിമ്പിൾ ആയിട്ട് ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ എളുപ്പത്തിന് ചെയ്യാൻ പറ്റുമോ? അല്ല വേറെ വല്ല സബ്ജക്റ്റിന്റെ ഹോംവർക്ക്സ് ഒക്കെ പറ്റുമോ? ജാറൊന്നും വരയ്ക്കണ്ടല്ലോ. ജസ്റ്റ് ഡോട്ടുകളാണെങ്കിലും വരച്ചാൽ മതി. ജാറൊന്നും മെനക്കെട്ടെന്ന് വരയ്ക്കണ്ട. പക്ഷെ എന്താണ് റോസ് എന്നും ആ റോവിൽ എത്ര എണ്ണം വരുന്നുണ്ടെന്നും ഉള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ഓക്കെ, 30ന്റെ മറ്റേ കോമ്പിനേഷൻസ് ഈ 3 എണ്ണം നോട്ട്ബുക്കിൽ വരയ്ക്കാം. ക്വസ്റ്റ്യൻ എഴുതുക. 3 വരയ്ക്കാം. 3 into 10 വരയ്ക്കാം. 5 into 6 വരയ്ക്കാം. 6 into 5 വരയ്ക്കാം. Have your friends drawn it in different ways. ഫ്രണ്ട്സ് എന്തിനാ വരയ്ക്കുന്നത്? നിങ്ങൾ തന്നെ വരച്ചത് ഈ 3 കോമ്പിനേഷൻസ്. നിങ്ങളുടെ സുഹൃത്തുക്കൾ മറ്റ് ഡിഫറെന്റ് തരത്തിൽ വേറെ വരച്ചിട്ടുണ്ടോ എന്നാ ചോദ്യം. ഈ 30 ജാർസ് പല രീതിയിൽ നമ്മൾ തന്നെ 3 കോമ്പിനേഷൻസ് വരച്ചല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്തത് ഈസി ട്രിക്സ്. ഐ ഡു നോട്ട് നോ ദ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് 7. അപ്പൊ ഒരാൾ പറയുകയാണ്, ആരാ? ബണ്ടി പറയുകയാണ്, എനിക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയില്ല, 7ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയില്ല എന്ന് ബണ്ടി പറയുകയാണ്. അപ്പൊ ഗുഡ് പറയും, I know the table till 5, but there is an easy trick. എനിക്ക് 5 വരെയുള്ള ടേബിൾസ് അറിയാം. ഒരു എളുപ്പ വഴിയുണ്ട്. I can make the table of 7 with the help of table 2 and 5. ഓർക്കുക, ബണ്ടിക്ക് 7 എന്ന നമ്പറിന് ടേബിളേ അറിയത്തില്ല. ഓക്കെ, നമ്മുടെ ഗുഡൂരാണെങ്കിലോ 5 വരെ വരുന്ന നമ്പേഴ്സിന്റെ ടേബിൾസ് അറിയാം. ഓക്കെ, 1ന്റെ ടേബിൾ അറിയാം, 2ന്റെ അറിയാം, 3ന്റെ അറിയാം, 4ന്റെ അറിയാം, 5ന്റെ അറിയാം. 6 7 ഒന്നും ഗുഡൂരും അറിയത്തില്ല. പക്ഷെ അറിയാവുന്ന ടേബിൾസ് ഉപയോഗിച്ച് 7ന്റെ ടേബിളിൽ എങ്ങനെയാണ് വരുന്നത് എന്ന് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട് എന്നാണ് ഗുഡു പറയുന്നത്. അടുത്ത പേജ് എടുത്തേ. ഗുഡൂര് അറിയാവുന്ന പോലെ ടേബിൾ 2 എന്ന നമ്പറുടെ ടേബിൾസ് എഴുതിയിരിക്കുകയാണ്. 1 into 2 2, 2 into 2 4. നിങ്ങൾക്ക് ടേബിൾസ് അറിയാമല്ലോ അല്ലെ? ഉറപ്പാണല്ലോ, മിസ് കഴിഞ്ഞ വർഷം പഠിപ്പിച്ചല്ലേ 3rd സ്റ്റാൻഡേർഡിൽ വെച്ചിട്ട്. എല്ലാവർക്കും അറിയാലോ. ഗുഡൂനെയും ഈ വണ്ടിനെയൊക്കെ പോലെയാണോ? അല്ല, എന്റെ മക്കൾ നല്ല പിള്ളേരാണ് അല്ലെ? ആണ്. അതുകൊണ്ട് എല്ലാവർക്കും അറിയാം, ടേബിൾസ് ഒക്കെ അറിയാം. അറിയത്തില്ലെങ്കിൽ പഠിക്കാം. ഈ ചാപ്റ്റർ ടേബിൾസും ഡിവിഷനും ഒക്കെയാണ്, മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെയാണ്. സോ ടേബിൾസ് മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, ഇപ്പൊ 2 മിനിറ്റ് ഇവിടെ ട്രിക്ക് എന്താണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. എന്താണ് ടേബിൾസ് അറിയാൻ വേണ്ടി ഈ മണ്ടന്മാർ എന്ത് ചെയ്യാന്ന് നമുക്ക് നോക്കാം കേട്ടോ. നിങ്ങൾ നല്ല ബുദ്ധിയുള്ള പിള്ളേരാണ് കേട്ടോ. ഓക്കെ, അപ്പൊ 2 നമ്പറിന്റെ ടേബിൾസ് എഴുതി. ഫസ്റ്റ് 2 2s are 4, 3s are 6, 4s are 8, 5s are 10, 6s are 12, 7s are 14, 8s are 16, 9s are 18, 10s are 20 വരെ എഴുതിയിട്ടുണ്ട്. 5ന്റെ ടേബിൾസ് അടുത്ത് എഴുതിയിട്ടുണ്ട്.
കിട്ടിയ ആൻസേഴ്സ് കണ്ടോ? കിട്ടിയ ആൻസേഴ്സ് നോക്കിയേ. ഫസ്റ്റ് 1 into 2, താഴത്തെ 1 into 5 5. ആൻസേഴ്സ് കിട്ടിയത് 2ഉം 5ഉം ആണ്. 5 plus 2 എന്താണ്? 7 എന്ന് എഴുതി. കണ്ടോ? 7 ടേബിൾസ് എഴുതുക, ക്രിയേറ്റ് ചെയ്യുക. ഈ രണ്ട് ടേബിൾസ് ഉപയോഗിച്ച് 7 ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഇനി അടുത്തത് 2 into 2, മുകളിൽ 4 ആൻസർ കിട്ടി, താഴെ 2 into 5 10 ആൻസർ കിട്ടി. ആൻസർ കിട്ടിയ 4ഉം 10ഉം ആഡ് ചെയ്തു 14. അപ്പോൾ 7 into 2 14 എന്ന് മനസ്സിലായി. ഇനി 3 വെച്ച് മുകളിൽ 3 into 2 6 ആണ്, പിന്നെ 3 into 5 15 ആണ്. അപ്പോൾ കിട്ടിയ ആൻസേഴ്സ് 6ഉം 5ഉം 15 നമ്മൾ ആഡ് ചെയ്തപ്പോൾ 21 കിട്ടി. അപ്പോൾ 3 into 7 21 ആണെന്ന് മനസ്സിലായി. അങ്ങനെ ഓരോന്നും ആ ട്രിക്ക് ഉപയോഗിച്ച് ചെയ്തിരിക്കുകയാണ് അല്ലേ. 4 into 2 8 ആണ് മുകളിൽ, പിന്നെ 4 into 5 താഴെ 20 ഉണ്ട്. കിട്ടിയ ആൻസേഴ്സ് 8ഉം 20ഉം തമ്മിൽ ആഡ് ചെയ്ത് 28 എന്ന് കിട്ടി. അപ്പോൾ 7 into 4 28 ആണെന്ന് മനസ്സിലായി. കണ്ടോ? ട്രിക്ക് മനസ്സിലായോ? അങ്ങനെ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് ആഡ് ചെയ്ത് മറ്റു രണ്ട് ടേബിൾസുകൾ, മറ്റു രണ്ട് നമ്പേഴ്സിന്റെ ടേബിൾസുകൾ ഉപയോഗിച്ച് ആൻസർ കണ്ടുപിടിച്ച് ആ ആൻസേഴ്സ് ആഡ് ചെയ്തൊക്കെയാ 7 ടേബിൾസ് എഴുതുന്നത്. മോശമല്ലേ? നമുക്ക് എളുപ്പത്തിൽ, നമ്മൾ പഠിച്ച പിള്ളേരല്ലേ, നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ സാധിക്കുമല്ലോ. ഉറപ്പാണേ. നമ്മൾ ഈ മണ്ടന്മാർ എങ്ങനെ പഠിക്കുന്നു നോക്കാം കേട്ടോ. See how I added the two numbers in the yellow boxes to get the table of 7. കണ്ടോ? മിസ് പറഞ്ഞ പോലെ 7 എന്ന നമ്പറിന്റെ ടേബിൾസ് കിട്ടിയത് എങ്ങനെയാണ്? മറ്റു ടേബിൾസുകളുടെ ആൻസേഴ്സ് ആഡ് ചെയ്ത. കാരണം എന്താ? 2ന്റെയും 5ന്റെയും 7 ടേബിൾസിന്റെ ആൻസേഴ്സ് കിട്ടാൻ വേണ്ടി 2ഉം 5ഉം സെലക്ട് ചെയ്യാൻ കാര്യം എന്താ? 2 plus 5 എന്താണ്? 7 ആണ്. സോ 2ന്റെ ടേബിൾസ് സെപ്പറേറ്റ് എഴുതി, 5ന്റെ ടേബിൾസ് സെപ്പറേറ്റ് എഴുതി, രണ്ടിന്റെ കിട്ടുന്ന ഓരോ നമ്പേഴ്സിന്റെ കിട്ടുന്ന ആൻസേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് കൊടുക്കണം 7 ടേബിൾസ് കണ്ടുപിടിക്കാൻ വേണ്ടി. കണ്ടോ? അങ്ങനെയെങ്കിൽ എന്താണ്? ഇനി 7 എന്ന നമ്പറിനെ 4ഉം 3ഉം ഉപയോഗിച്ച് എഴുതാലോ. കാരണം എന്താ? 4ന്റെയും 3യുടെയും 4 plus 3 എന്താണ്? 7 ആണ് അല്ലെ. 4ഉം 3ഉം തമ്മിൽ ആഡ് ചെയ്താലും 7 കിട്ടും. ഇനി 6ന്റെയും 1ന്റെയും വെച്ച് ആഡ് ചെയ്താലും 7 കിട്ടത്തില്ലേ? 6 plus 1 എന്താണ്? 7 ആണ്. സോ 1ന്റെ ടേബിൾസ് എഴുതാം, 6ന്റെ ടേബിൾസ് എഴുതുക, രണ്ട് ആൻസേഴ്സ് തമ്മിൽ കൂട്ടി എഴുതാലും 7 ടേബിൾസ് കിട്ടും. അതുപോലെ 4ന്റെയും 3യുടെയും ടേബിൾസ് എഴുതി ആൻസേഴ്സ് തമ്മിൽ കൂട്ടിയാലും എന്താണ്? 7 ടേബിൾസ് കിട്ടും. കാരണം 4 plus 3 എന്താണ്? 7 ആയതുകൊണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം 4ന്റെ ടേബിൾസ് കംപ്ലീറ്റ് ചെയ്യാം. അവിടെ ടേബിൾസ് അറിയാലോ, കംപ്ലീറ്റ് ചെയ്യാലോ. ആ മുകളിലത്ത് 4ന്റെ ടേബിൾസ് കംപ്ലീറ്റ് ചെയ്യുക, ആൻസേഴ്സ് എഴുതുക. ഇനി 3യുടെ ടേബിൾസ് കംപ്ലീറ്റ് ചെയ്യാം, താഴത്തെ ആൻസേഴ്സ് എഴുതുക. ഇനി ഓരോ ആൻസേഴ്സും കൂട്ടി 7 ടേബിൾസ് കണ്ടുപിടിച്ച് ഹോംവർക്ക് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ എഴുതണം. ട്രിക്ക് മനസ്സിലായല്ലോ? നമുക്ക് മെനക്കെടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ എന്താ പഠിച്ച പിള്ളേരാ അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എല്ലാവരും ആൻസേഴ്സ് കണ്ടുപിടിച്ച് എഴുതുമല്ലോ, എഴുതണം. ഓക്കെ, ഈ ക്ലാസ്സിൽ മിസ് ഇത്രേ പഠിപ്പിക്കുന്നുള്ളൂ. പേജ് നമ്പർ 120 ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 121 ജാർസിന്റെ ക്വസ്റ്റ്യൻ നോട്ട്ബുക്കിൽ എഴുതണം. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് നോട്ട്ബുക്കിൽ എഴുതുക. പേജ് നമ്പർ 122 ഈ ടേബിൾസിന്റെ ക്വസ്റ്റ്യൻ എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചെയ്താൽ മതി. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും റിവൈസ് ചെയ്യാം. വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. കാരണം ഓർമ്മയല്ല, അടുത്ത സെക്ഷനൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ടേബിൾസ് ഉറപ്പായും ഓർമ്മ വേണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഹോംവർക്സ് ഒക്കെ എനിക്ക് സെൻഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.